അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ കാലല്ല പിടിക്കണ്ടേ, എന്റെ കാലം പിടിക്കരുത്, എന്റെ കാലം പിടിക്കരുത്. ദൈവത്തോടെ നന്ദി പറയണം. എന്റെ ഉടുപ്പിടാതെ നിൽക്കുന്ന ഒരു അസ്ഥികൂടമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. വളരെ കഷ്ടം തോന്നി. അമ്മയുടെ സങ്കടങ്ങളൊക്കെ ഓരോന്നായിട്ട് മാറി വരികയാണ് അല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലേറെ ബലത്തോടുകൂടി ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവനെ നാടിന് മുമ്പ് കാണിച്ച വില്ലേജ് മീഡിയയോടും എല്ലാവരോടുമുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യും. ദൈവമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ ആരുടെ ഒന്നുമല്ല കേട്ടോ. ദൈവമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഈ വാർത്ത കണ്ടിട്ട് അലക്സ് മാമ്പുഴ സാർ ഈ മോന് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഇങ്ങനൊരു കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാനിടുന്ന എല്ലാ വീഡിയോകളും കണ്ട് സാറിനെ കൊണ്ട് പറ്റുന്ന രീതി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അലക്സ് മാമ്പുഴ സാർ. ഈ മോന് വാളകത്ത് വീട് വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കാം. അപ്പോൾ വാളകത്ത് തന്നെ ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വാളകത്തിന് സമീപത്തുള്ള ഒരു സാധു കുടുംബമാണ്. കാല് മുറിച്ച് മാറ്റപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്ക് വസ്തു കൊടുത്തു. ഇപ്പം വീട് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസും നമ്മുടെ വില്ലേജ് മീഡിയ മുഖേനയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ വില്ലേജ് മീഡിയ ഉൾപ്പെടെ ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുടെ ദയനീയാവസ്ഥ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് വസ്തുവും വീടും കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഈ വാർത്തയും വില്ലേജ് മീഡിയ മുഖേനയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളിവിടെ വന്നപ്പോൾ അത് സത്യസന്ധമായിട്ട് തോന്നി. ഇവരെ ഈ മോനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ കുടുംബത്തെ മറ്റുള്ളവരെ വല്യമ്മച്ചിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെറും കൈയോടെ പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസാക്ഷി അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മോന് വീട് വയ്ക്കാനുള്ള സ്ഥലം ഞങ്ങൾ കൊടുക്കാം, വാളത്ത് തന്നെ കൊടുക്കാം. പക്ഷേ സുമനസ്സുകളുടെ സഹായം തുടർന്ന് ഇവർക്ക് ആവശ്യം. വസ്തു കിട്ടിയതുകൊണ്ട് മാത്രം ആയില്ല, അവർക്കൊരു വീട് ആവശ്യമാണ്. അതുപോലെ ഈ മോൻ്റെ തുടർ ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ്. ഇതിനൊക്കെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊക്കെ സഹായിക്കണം. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ഇവിടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ മോന് ഇങ്ങനൊന്നും ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുവൻ പട്ടിണി. ശരിക്കും പറഞ്ഞാൽ ഈ മോനെ ഈ ഒരു അവസ്ഥ എത്തിയത് പോലും പട്ടിണി കിടന്നിട്ടാന്ന് തോന്നുന്നു. കാരണം ആ കുട്ടി ചെയ്യുന്ന വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞില്ലയോ, ഏത് മലയുടെ മണ്ടയിലും ഏത് കുന്നിൻ്റെ മണ്ടയിലും പോയി ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കാനാണ് ആ കുട്ടിക്ക് ഇഷ്ടം. ആ കുട്ടിയുടെ ഈ പ്രവർത്തനത്തെയും ദൈവം കാണുന്നുണ്ട്. ആ കുട്ടി ദൈവം അനുഗ്രഹിക്കുന്നു, ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നുള്ളത് സംശയമൊന്നുമില്ല. കാരണം മറ്റു പല വീഡിയോകളും പലരും ചെയ്യുന്നത് മറ്റുള്ള രീതിക്കുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കഷ്ടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന മേഖലകളിലൂടെ കടന്നു ചേർന്ന് ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ പലരും മടിക്കുകയാണ്. ആ സ്ഥാനത്താണ് ഒരു പെൺകുട്ടി ഈ മലയുടെ മണ്ടയ്ക്ക് ഞങ്ങൾ പോലും വന്ന വഴിക്ക് ഞങ്ങൾ ഇച്ചിരി ദേഷ്യപ്പെട്ടു. കാരണം ഇത്രയും കറങ്ങി ഞങ്ങളോട് വന്നപ്പോൾ ഈ മലയുടെ കണ്ട കയറി വരാൻ വേണ്ടി മാനുഷികമായിട്ട് ഞങ്ങൾ തോന്നിയ ഒരു ദേഷ്യമാണ് അത് കേട്ടോ. കാരണം അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടായി ഇവിടെ വന്നത്. സതീഷ്. ആഹാരം കഴിച്ചോ? കഴിച്ച്. എത്ര വർഷമായി മോനെ ഇത് വന്നിട്ട് അസുഖം വന്നിട്ട്? 16 വയസ്സ് തൊട്ട്. കഴിഞ്ഞ 15 ദിവസം മുമ്പ് വില്ലേജ് മീഡിയ കേരള മുമ്പാകെ കാണിച്ച ഒരു പയ്യൻ ഇന്ന് ദൈവത്തിൻ്റെ വലിയവറ്റ കൃപയാൽ ഇവനെ കാണുവാൻ സാധിച്ചു. ഇന്ന് വാളകം പ്രദേശത്തേക്ക് ഇവനൊന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രത്യേകിച്ച് ഇവനെ സഹായിക്കുവാൻ സുമനസ്സുകൾ നിരവധി കടന്നു വന്നു. അവരെല്ലാം എന്നോടൊപ്പം ഉണ്ട്. എന്നെ കാണുവാൻ സാധിച്ചിട്ടുള്ള ദൈവത്തിന് നന്ദി അറിയിക്കുകയും പ്രത്യേകിച്ച് അവൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു. സഹായിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബ്രദറാണ് അലക്സ് ചായൻ. ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതേപോലൊപ്പം തന്നെ വില്ലേജ് മീഡിയയെ കൂടെ കണ്ട അൻസിയെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പുള്ളിക്കാരിയെ കാണുന്നത്. വീഡിയോകളുടെയൊക്കെ അലക്സ് ചായനിക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് നന്മകളുണ്ടാവട്ടെ. അതോടൊപ്പം ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. കാരണം എനിക്ക് 21 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇതിനിന്ന് ഒരു 5000 രൂപ എൻ്റെ വകയായിട്ട് ഞാൻ തരികയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം. കാരണം ഇത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവരും ഈ കുഞ്ഞിനെ ഒന്ന് സഹായിക്കുക. സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല, ഉള്ള വീട് ചോർന്നൊലിച്ച് താഴെ വീഴുന്ന അവസ്ഥയിൽ നിൽക്കുക. 5 സെന്റേ ഉള്ളല്ലയോ? 5 സെന്റ്. അത് ബാങ്കിൽ ജപ്തിയായോ? ജപ്തിയായി കിടക്കുക. എന്തിനായി മോന്റെ ആവശ്യത്തിനാണ് പണയം വെച്ചേ? വില്ലേജ് മീഡിയ വരുന്ന ന്യൂസുകളൊന്നും ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല. അത് നമുക്ക് സത്യസന്ധമായിട്ട് അറിയാം. വില്ലേജ് മീഡിയയോട് വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ ഇവിടെ വരെ വന്നത്.
അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴേ വളരെ പ്രയാസം തോന്നി ഈ കൊച്ചിൻ്റെ അവസ്ഥ. കാരണം ഇപ്പോൾ 22 വയസ്സുള്ളൊരു കുഞ്ഞ് എൻ്റെ മുഖം കണ്ടാൽ നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ് മുഖം. ഇവിടെ വന്ന് ഞങ്ങളിത് കണ്ടപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ മനസ്സലിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല. വീട് വയ്ക്കാനുള്ള ആവശ്യമായ സ്ഥലം വാടകത്ത് നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമ്മൾ അത് തരാം. വസ്തുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അത് ദൈവം തുമ്പാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണെന്ന് വിചാരിച്ചു. സാർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇതിന് തൊട്ട് മുൻപ് ഒരു അമ്മയും മകനും ഇതുപോലെ ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ വീഡിയോ ചെയ്തിരുന്നു. അവർക്കും അലക്സ് മാമ്പുഴ സാർ തന്നെ സ്ഥലവും വീടും കൊടുക്കുന്നതും സ്ഥലം കൊടുത്ത് അതിൽ തന്നെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവത്തെ പോലെയാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഒരു ദേവദൂതൻ എൻ്റെ വീട്ടിൽ വന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ നാട്ടുകാരായ എല്ലാവരും കൂടെ എൻ്റെ മോനെ ഒരു വീട് വെച്ച് സഹായിക്കണേ.